ഹായ് ഗായ്സ്, എൻ്റെ പേര് പുണ്യ. ഞാൻ സംസ്കൃതമാണ് എടുക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് നമ്മൾ ബ്ലോക്ക് വണ്ണിലെ ഫോർത്ത് സെം ബ്ലോക്ക് വണ്ണിലെ യൂണിറ്റ് 1ഉം യൂണിറ്റ് 2ഉം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. നമ്മുടെ ടെക്സ്റ്റിൻ്റെ പേര് വന്നിട്ട് ഗദ്യം നാടകം ച എന്നാണ്. നമ്മളിപ്പോൾ ഫസ്റ്റ് ചാപ്റ്ററിൽ ഗദ്യത്തിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഗദ്യം എന്താണ്, എന്തൊക്കെയാണ് അതിൻ്റെ സവിശേഷതകൾ എന്നൊക്കെ പറഞ്ഞ് ഫസ്റ്റ് യൂണിറ്റിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ദെൻ നമ്മൾ സെക്കൻഡ് യൂണിറ്റിൽ പഞ്ചതന്ത്രത്തിനെ കുറിച്ചാണ് പറഞ്ഞത്. പഞ്ചതന്ത്രം ഒരു ഗദ്യകാവ്യമാണ്, വിഷ്ണു ശർമ്മ എഴുതിയതാണ്. അതുകൂടാതെ പഞ്ചതന്ത്രം പോലെ തന്നെ വരുന്ന ഹിതോപദേശവും അതുപോലെ ഒരുപാട് കഥകൾ, ശുഗസപ്തതി, അങ്ങനെയുള്ള ഒരു 7ഓളം കഥകൾ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് തേർഡ് യൂണിറ്റ് ആണ്. ഇത് പഞ്ചതന്ത്രത്തിൽ വരുന്ന ഒരു കഥയാണ്, അപരീക്ഷിത കാരകത്തിൽ വരുന്ന ഒരു കഥയാണ് ചന്ദ്രഭൂപതി കഥ. അപ്പോൾ നമുക്ക് അതിനു മുന്നേ അപരീക്ഷിത കാരകം എന്താണെന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു വിഷ്ണു ശർമ്മ എഴുതിയതാണ് പഞ്ചതന്ത്രം എന്നും, പഞ്ചതന്ത്രം എങ്ങനെയാണ് ഈ ഒരു നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ആ ഒരു ഫോമിലേക്ക് വന്നതെന്നും എല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു. മഹിളാരോപ്യം എന്നൊരു രാജ്യത്ത് രാജാവിൻ്റെ 3 മക്കളെ ബുദ്ധി വികാസത്തിന് വേണ്ടിയിട്ട് വിഷ്ണു ശർമ്മ തയ്യാറാക്കിയതാണ് ഈ പഞ്ചതന്ത്ര കഥകൾ എന്ന് നമുക്ക് കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പഞ്ചതന്ത്രത്തിൽ 5 തന്ത്രങ്ങളാണെന്നൊക്കെ പറഞ്ഞു. അതിൽ 5ാമത്തെ തന്ത്രമായിട്ട് വരുന്നതാണ് ഈ അപരീക്ഷിത കാരകം എന്ന് പറയുന്നത്. ഈ അപരീക്ഷിത കാരകം എന്ന് പറയുമ്പോൾ അപരീക്ഷിതം എന്ന് വെച്ചാൽ പരിശോധിക്കാത്തത്, പിന്നെ കാരകം എന്ന് വെച്ചാൽ പ്രവൃത്തി, നമ്മൾ ചിന്തിക്കാതെ ചെയ്യുന്ന പ്രവൃത്തിയിൽ നിന്ന് നമുക്കുണ്ടാക്കുന്ന നെഗറ്റീവായിട്ടുള്ള അല്ലെങ്കിൽ ദോഷങ്ങൾ ഒക്കെയാണ് ഈ അപരീക്ഷിത കാരകത്തിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് നമുക്കൊരു കഥയെ നമ്മളന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ബ്രാഹ്മണി നകുല കഥ. എന്തായിരുന്നു ആ കഥ? ഒരു ബ്രാഹ്മണനും അദ്ദേഹത്തിന്റെ ഭാര്യയും കുട്ടിയും കൂടെ ജീവിച്ചിട്ടുണ്ടായിരുന്നു. അവർക്കൊരു പെറ്റായിട്ട്, അതായത് അവർ വളർത്തി വന്നൊരു കീരി ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു ദിവസം ഈ ബ്രാഹ്മിണി വെള്ളമെടുക്കാനായിട്ട് പുറത്തു പോയ സമയത്ത് കുട്ടി അവരുടെ പിഞ്ചു കുഞ്ഞിനെ നമ്മുടെ കീരിയുടെ അടുത്താണ് ഏൽപ്പിച്ചിട്ട് പോകുന്നത്. കീരി നന്നായിട്ട് നോക്കും എന്നുള്ള വിശ്വാസത്തിന്റെ പുറത്ത് ബ്രാഹ്മിണി കുഞ്ഞിനെ കീരി ഏൽപ്പിച്ചിട്ട് പോയി. തിരിച്ചു വന്ന സമയത്ത് ബ്രാഹ്മിണി കാണുന്നത് വായിൽ നിന്ന് ചോര ഒഴുക്കിക്കൊണ്ട് നിൽക്കുന്ന കീരിയാണ്. സ്വാഭാവികമായിട്ടും അങ്ങനെ കാണുന്ന ഒരു അമ്മ വിചാരിക്കും കീരി കുഞ്ഞിനെ കൊന്നിരിക്കുകയാണെന്ന്. ഇവിടെ ബ്രാഹ്മിണിയും അങ്ങനെ തന്നെയാണ് വിചാരിച്ചത്. പക്ഷെ ഒരു നിമിഷം പോലും കുഞ്ഞകത്തുണ്ടോ അല്ലെങ്കിൽ കീരി അങ്ങനെ ചെയ്തിട്ടുണ്ടാവും എന്ന് ഉറച്ചു വിശ്വസിച്ച് ആണ് അവിടെ കയ്യിലുണ്ടായിരുന്ന ആ ഒരു കുടം കൊണ്ട് കീരിയെ അടിച്ചു കൊന്നത്. പിന്നീടാണ് അകത്തേക്ക് പോകുമ്പോൾ അവിടെ മരിച്ചു കിടക്കുന്ന അല്ലെങ്കിൽ കീരി കടിച്ചു കൊന്ന ഒരു പാമ്പും അതിൻ്റെ തൊട്ടടുത്തായി ജീവനോടെയുള്ള ഒരു കുഴപ്പവും പറ്റാത്ത കുഞ്ഞിനെയും കാണുന്നത്. അപ്പോഴാണ് അവർക്ക് മനസ്സിലായത് കുഞ്ഞിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് കീരി ശ്രമിച്ചത്, അല്ലാതെ അതിനെ ഉപദ്രവിക്കാൻ വേണ്ടിയിട്ടല്ലാന്ന്. അപ്പോൾ ഇതാണ് നമ്മൾ ഒരു എക്സാമ്പിളായിട്ട്, ഒരു സ്റ്റോറി ആയിട്ട് അപരീക്ഷിത കാരകം പറഞ്ഞ സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്ന കഥ. ഒന്നും ആലോചിക്കാതെയും ചിന്തിക്കാതെയും എടുത്തു ചാടി പ്രവർത്തിച്ച് അതിൽ നിന്നുണ്ടാവുന്ന ഒരു നെഗറ്റീവായിട്ട് വരുന്ന ഇത് നമുക്ക് എത്രത്തോളം സങ്കടമായിരിക്കും നമുക്കത് തരിക എന്നുള്ള ഒരു ഇതിൽ വരുന്ന ഒരു ആശയത്തിൽ വരുന്ന ഒരു കഥയായിരുന്നു ഈ ബ്രാഹ്മണി നകുല കഥ എന്ന് പറയുന്നത്. ഇവിടെ ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബ്ലോക്ക് 1ലെ യൂണിറ്റ് 3 ചന്ദ്രഭൂപതി കഥ. ചന്ദ്രഭൂപതി കഥ എന്ന് പറയുമ്പോൾ ഭൂപതി എന്ന് പറഞ്ഞ രാജാവാണ്. ചന്ദ്രൻ എന്ന പേരുള്ള ഒരു രാജാവിൻ്റെ കഥയാണ്. രാജാവ് എങ്ങനെയാണ് ഒന്നും ആലോചിക്കാതെ എടുത്തു ചാടി പുറപ്പെട്ട് എങ്ങനെയാണ് അദ്ദേഹത്തിന് ക്ലേശം അനുഭവിക്കേണ്ടി വന്നത് എന്നുള്ള ഒരു കഥയാണ് ചന്ദ്രഭൂപതി കഥയിൽ പറയുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം തന്നെ നമുക്ക് ഗദ്യം
ഇതിൽ പാരഗ്രാഫായിട്ട് ഗദ്യം കൊടുത്തിട്ടുണ്ട്, പിന്നെ അതുപോലെ സുഭാഷിതങ്ങളും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഗദ്യം 1 വാനര യുധാധിപഃ വാനരാൻ ഉപവിശതി. ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഗദ്യത്തിന്റെ ഹെഡിങ് ആയിട്ട് കൊടുത്തിരിക്കുന്നത്. ഈ ഹെഡിങ് ഒക്കെ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കണം. കാര്യം എന്താണെന്ന് വെച്ചാൽ സന്ദർഭം വിശദയത എന്ന് പറഞ്ഞ് ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ മിക്കവാറും ഈ ഹെഡിങ്സ് റിലേറ്റഡ് ആയിട്ടായിരിക്കും ക്വസ്റ്റ്യൻസ് വരിക. അപ്പോൾ നമുക്ക് ആ സന്ദർഭം മനസ്സിലാവണം. അപ്പോഴാണ് നമുക്കത് എങ്ങനെയാണ് ആ സന്ദർഭത്തിനനുസരിച്ചുള്ള ഉത്തരം എഴുതാൻ പറ്റുമെന്ന് മനസ്സിലാവുക. മെയിനായിട്ട് നമുക്ക് ശ്ലോകങ്ങൾ വരുന്ന സമയത്താണ് സന്ദർഭം വ്യാഖ്യാത അല്ലെങ്കിൽ സന്ദർഭം വിശദയത എന്ന് പറഞ്ഞിട്ട് വരുന്നുണ്ടാവുക. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നമ്മുടെ ഫസ്റ്റ് ശ്ലോകം ഇവിടെ കൊടുത്തിട്ടുണ്ട്. മേഷ സൂപഘാര കലഹേ വാനരനാശ ജായതേ എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് നമ്മളോട് ചോദിക്കുന്നത് എന്തായിരിക്കും? വിശദയത എന്ന് പറഞ്ഞിട്ട് ചോദിക്കുന്നത് ഇപ്പോ ഈ ഒരു ഇത് ചോദിക്കും, മേഷ സൂപകാര കലഹേ വാനരനാശ ജായതേ എന്ന് തന്നിട്ട് വിശദയത എന്ന് പറഞ്ഞു തന്നാൽ നമ്മൾ ആദ്യം എഴുതേണ്ടത് ഈ ഒരു ചാപ്റ്റർ ഏതാണ്, അല്ലെങ്കിൽ ഈ ഒരു കഥ ഏതാണ്, ഏത് കഥയിൽ നിന്നാണ് ഇത് എടുത്തിരിക്കുന്നത്, ഈ കഥ ആരാണ് എഴുതിയിരിക്കുന്നത് എന്നൊക്കെയാണ്. അപ്പോൾ എല്ലാ എക്സാമിനും അല്ലെങ്കിൽ എല്ലാ കഥകളുടെയും ഇപ്പോൾ നമ്മൾ ഇംഗ്ലീഷിലായാലും മലയാളത്തിലായാലും നമ്മളൊരു ആസ്വാദനക്കുറിപ്പോ അല്ലെങ്കിൽ അങ്ങനെ നമ്മുടെ ചാപ്റ്റർ അല്ലെങ്കിൽ നമ്മുടെ കഥ ഓർ കവിത റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും എഴുതുമ്പോൾ നമ്മൾ എല്ലാവരും ആദ്യം എഴുതുന്നതാണ് ഇത് കഥയാണോ കവിതയാണോ എന്നുള്ളത് എഴുതിയിട്ട് ആരാണ് ഇതിൻ്റെ ഓഥർ എന്ന് എഴുതുക. പിന്നെ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് എന്താണോ അറിയുന്നത് അതുകൂടെ എഴുതിയിട്ടായിരിക്കും നമ്മൾ പിന്നെ കണ്ടന്റിലേക്ക് വരുന്നത്. അപ്പൊ ഇവിടെ മേഷ സൂപകാര കലഹേ വാനരനാശ ജായതേ വിശദയത എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ആടും പാചകക്കാരനും തമ്മിലുള്ള കലഹത്തില് വാനരനാശം, അതായത് നമ്മുടെ കുരങ്ങന്മാരുടെ നാശം എങ്ങനെയാണ് സംഭവിക്കുന്നത് എന്നാണ് നമുക്കിവിടെ എഴുതേണ്ടത്. അപ്പോൾ അതിൽ എന്തൊക്കെ എഴുതാൻ പാടില്ല എന്നുള്ളതൊക്കെ നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് ചാപ്റ്ററിലേക്ക് കടക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ തേർഡ് ചാപ്റ്ററിലെ ചന്ദ്രഭൂപതി കഥ എന്നുള്ള തേർഡ് യൂണിറ്റിലെ ഫസ്റ്റത്തെ ഗദ്യം 1 വാനര യുധാധിപഃ വാനരാൻ ഉപവിശതി. ഞാൻ അത് വായിക്കാം. അസ്തി കസ്മിശ്ചിത് നഗരേ ചന്ദ്രോ നാമ ഭൂപതിഃ പ്രതിവസതി സ്മ. തസ്യ പുത്രാഃ വാനര ക്രീഡാരതാഃ വാനരയുദ്ധം നിത്യമേവഘേ ഭോജന ഭക്ഷണാദിഭിः പുഷ്ടിം നയന്തി സ്മ. അധ വാനരാധിപോ യഃ സഃ ഔഷന ബാഹ്രസ്പത്യ ചാണക്യ മതമിത് തദനുഷ്ഠാദാച താൻ സർവാഭ്യ അധ്യാപയതി സ്മ. അപ്പോ നമ്മുടെ ഫസ്റ്റ് ഗദ്യത്തിലെ ഫസ്റ്റ് ഒരു സെന്റൻസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഫസ്റ്റ് ഒരു പാരഗ്രാഫ് എന്താണ് പറയുന്നത്? വാനരയുധാധിപഃ വാനരാൻ ഉപവിശതി. വാനരയുധാധിപൻ, അതായത് വാനരന്മാരുടെ അധിപനായിട്ടുള്ള ആള് അല്ലെങ്കിൽ രാജാവ് എന്നൊക്കെ നമ്മൾ പറയുമല്ലോ, അത് ആ ഒരു ഗ്രൂപ്പിലെ ഏറ്റവും മുതിർന്ന ഒരു ആള് വാനരാൻ ഉപവിശതി, മറ്റുള്ള വാനരന്മാരോടൊപ്പം, അതായത് മറ്റുള്ള കുരങ്ങന്മാരോടൊപ്പം ഇരിക്കുകയാണ്. അതാണ് ഹെഡിങ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ സ്റ്റോറി എങ്ങനെയാ തുടങ്ങുന്നത് നോക്കിയാ, അസ്തി കസ്മിശ്ചിത് നഗരേ ചന്ദ്രോ നാമ ഭൂപതിഃ പ്രതിവസതി സ്മ. ഒരു നഗരത്തില്
ഏതാണ് നഗരം ഏതാണെന്നൊന്നും പറയുന്നില്ല. ഒരു നഗരത്തില് ചന്ദ്രൻ എന്ന് പേരുള്ള ഒരു രാജാവ് വസിച്ചിരുന്നു. ചന്ദ്രൻ എന്ന് പേരുള്ള ഒരു രാജാവ് വസിച്ചിരുന്നു. ചന്ദ്രോ നാമ ഭൂപതിഹി പ്രതിവസതി സ്മ. തസ്യ പുത്രാഹ വാനരക്രീഡാരഥാഹ വാനരയൂഥം നിത്യമേവാനേക ഭോജന ഭക്ഷ്യാദിഭിഹി പുഷ്ടിം നയന്തി സ്മ. അദ്ദേഹത്തിന്റെ പുത്രന്മാര്, ഈ രാജാവിന്റെ പുത്രന്മാർക്ക് കുരങ്ങന്മാരെന്ന് വെച്ചാൽ വളരെ ഇഷ്ടമാണ്. അപ്പൊ കുരങ്ങന്മാരോട് ഒപ്പം കളിക്കുന്നതിൽ അതീവ തൽപരരായ ഇവര് കുരങ്ങന്മാരെ വളർത്തുകയും അവർക്ക് വേണ്ടിയിട്ടുള്ള ഭക്ഷണങ്ങൾക്ക് കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. അഥ വാനരാധിപോ യഹ സഹ ഔഷനസ ബാർഹസ്പത്യ ചാണക്യമതവിദ് തദനുഷ്ഠാദാച്ച താൻ സർവാൻ അധ്യാപയതി സ്മ. അപ്പൊ നമ്മുടെ വാനരാധിപൻ, അതായത് ഈ കുരങ്ങന്മാരുടെ കൂട്ടത്തിലെ അധിപനായിട്ടുള്ള ആള് ഔഷനസിന്റെയും അതുപോലെ ചാണക്യന്റെയും ബൃഹസ്പതിയുടെയും ഒക്കെ മതങ്ങള് അല്ലെങ്കിൽ അവരുടെയൊക്കെ നീതിശാസ്ത്രത്തില് പ്രാവീണ്യമുള്ള ആളായിരുന്നു. അതായത് ഇദ്ദേഹം ആ നീതിശാസ്ത്രം എല്ലാം പഠിച്ച് അതില് പ്രാവീണ്യം നേടിയിട്ടുള്ള ഒരാളാണ്. കൂടാതെ തന്നെ ഇത് മറ്റുള്ളവർക്ക് പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്യുന്നതാണ് ഒരാളായിരുന്നു ആര്, ഈ വാനരന്മാരുടെ അധിപൻ എന്ന് പറയുന്നത്. താഴെ തന്നെ ട്രാൻസ്ലേഷൻ അല്ലെങ്കിൽ മലയാളത്തിലുള്ള മീനിങ് കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് അതും കൂടെ ഞാൻ വായിച്ചു പോവാം. ഒരിക്കലൊരു നഗരത്തിൽ ചന്ദ്രൻ എന്നു പേരുള്ള ഒരു രാജാവ് വസിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ പുത്രന്മാർ കുരങ്ങുകളോടൊപ്പം കളിക്കുന്നതിൽ അതിയായ താല്പര്യമുള്ളവരായിരുന്നു. അതിനാൽ അവർ ദിവസവും കുരങ്ങുകളുടെ കൂട്ടത്തിന് വിവിധതരം ഭക്ഷണങ്ങളും പലഹാരങ്ങളും നൽകി അവയെ നന്നായി പോറ്റി വന്നു. അതാണ് അവിടെ പറയുന്നത്. തസ്യ പുത്രാഹ വാനരക്രീഡഥ വാനരയൂഥം നിത്യമേവാനേക ഭോജ്യന ഭക്ഷണാദിബി പുഷ്ടിം നയന്തി സ്മ. അപ്പോൾ ഇവരെ വളർത്തുക മാത്രമല്ല, അവർക്ക് വേണ്ടിയിട്ടുള്ള ഭക്ഷണങ്ങളെല്ലാം കൊടുത്തുകൊണ്ടാണ് ഇവരെ വളർത്തിയിട്ടുണ്ടായിരുന്നത്. ആ കുരങ്ങന്മാരുടെ കൂട്ടത്തിന് നേതൃത്വം വഹിച്ചിരുന്ന വാനരാധിപൻ, വാനരന്മാരുടെ കൂട്ടത്തിലെ ഏറ്റവും അധിപനായ, അതായത് നമുക്ക് രാജാവ് എന്നൊക്കെ പറയുന്ന പോലെ ഈ വാനരന്മാരുടെ അധിപൻ എങ്ങനെയാണ്, ചാണക്യൻ, ബൃഹസ്പതി, ഔഷനസ് എന്നിവരുടെ നീതിശാസ്ത്ര സിദ്ധാന്തങ്ങളിൽ പ്രാവീണ്യമുള്ള ആളായിരുന്നു. നീതിശാസ്ത്ര ഗ്രന്ഥങ്ങളൊക്കെ പഠിച്ച് അതിൽ പ്രാവീണ്യം നേടില്ല, അതിൽ എന്താ പറയുക, എല്ലാം പഠിച്ച് നമുക്ക് ഈ നമ്മുടെ നീതിശാസ്ത്രകാരന്മാരെയൊക്കെ പോലെ ഈ വാനരാധിപനും അതിലൊക്കെ പ്രാവീണ്യമുള്ള ആളായിരുന്നു. നീതിശാസ്ത്രത്തിനെ കുറിച്ചുള്ള എല്ലാം നല്ല ബോധ്യമുള്ള ആളായിരുന്നു. അവ അനുഷ്ഠിക്കുന്നവനായിരുന്നു. അത് മറ്റു കുരങ്ങുകളെയും ആ നീതികൾ പഠിപ്പിക്കാറുണ്ടായിരുന്നു. അദ്ദേഹം പഠിക്കുക മാത്രമല്ല, ഈ പഠിച്ചു വെച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ മറ്റുള്ളവർക്ക് പകർന്നു നൽകുകയും കൂടെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന്റെ കണ്ടിന്യൂവേഷൻ തന്നെയാണിത്. അത തസ്മിൻ രാജഗൃഹേ ലഘുകുമാരവാഹനയോഗ്യം മേഷയൂഥമസ്തി തന്മധ്യാദേകോ ജിഹ്വ ലൗല്യാദ ഹർനിഷം നിശങ്കഃ മഹാനസ്യേ പ്രവിശ്യ യത് പശ്യതി തത്സർവം ഭക്ഷ്യതി. തേ ച സൂപഘാരാഃ യത് കിഞ്ചിത് കാഷ്ടഃ മൃണ്മയം ഭോജനെ കാംസ്യപത്രം താമ്രപത്രം വാ പക്ഷ്യന്തി തേനാശു താടയന്തി. സോ അഭി വാനരയൂഥ പസ്തദൃഷ്ട്വാ വിചിന്യയത് അഹോ മേഷ സൂപകാര കലഹോ അയം വാനരാനാം ക്ഷയായ ഭവിഷ്യന്തി. തദ്യദി വസ്തുനോ ഭാവേ തത് കഥാചിത് ദുൽമുഖേന താടയിഷ്യന്തി തഥൂർണ പ്രചൂരോയം മേഷഃ തദഹ്യമാനഃ പുനരശ്വകൂഢ്യം സമീപവർത്തിന്യാം പ്രവേശന്തി. സാഭി തൃണപ്രചൂര്യാത് ജ്വലിഷ്യതി തതോ അശ്വ വന്യദാഹ മഭ്യാസ്യന്തി എന്നാണ് പറയുന്നത്. ഇപ്പൊ നമ്മൾ പറഞ്ഞു അവിടെ കുരങ്ങന്മാര്
വളർത്തുന്നുണ്ട്. ആര്? രാജാവിന്റെ പുത്രന്മാര് കുരങ്ങുകളെ വളർത്തുന്നുണ്ടെന്ന്. പിന്നെ എന്താണ് പറയുന്നത്? രാജഗൃഹത്തിൽ വേറെ എന്തുണ്ടെന്നാണ് പറയുന്നത്? ആട്ടിൻകൂട്ടം, അതെ, ചെമ്മരി ആട്ടിന്റെ കൂട്ടങ്ങളും ഉണ്ടായിരുന്നു. ഈ വാനരന്മാരെ വളർത്തുന്നത് പോലെ തന്നെ ചെമ്മരിയാട്ടിൻ കൂട്ടത്തിനെയും രാജാവിന്റെ കൊട്ടാരത്തിൽ വളർത്തിയിട്ടുണ്ടായിരുന്നു. അതില് ഒരാട്, ഈ ആട്ടിൻകൂട്ടത്തിലെ ഒരു ആട് എപ്പോഴും ഈ കൊട്ടാരത്തിന്റെ അടുക്കളയിൽ കയറുകയും അവിടെയുള്ള പലഹാരങ്ങളോ അല്ലെങ്കിൽ കഴിക്കാൻ പറ്റുന്ന എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ എടുത്തുകൊണ്ട് ഓടുകയൊക്കെ ചെയ്ത് ഒരു വികൃതിയായിട്ടുള്ള ഒരു ആടായിരുന്നു. അപ്പൊ എന്നും ഇതിന് നമ്മുടെ പാചകക്കാരുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ കൊണ്ട് അടിയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള എന്തെങ്കിലും ചെറിയ ശിക്ഷകളൊക്കെ കിട്ടാറുണ്ട്. പക്ഷെ ആ ആടിന് അതൊന്നും കാര്യമാക്കാതെ വീണ്ടും വീണ്ടും ഇതേ കാര്യം തന്നെ പ്രവർത്തിക്കുകയായിരുന്നു. പാചകശാലയിൽ കയറുക, അവിടെയുള്ള ഭക്ഷ്യ സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ട് പോവുക, അങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരു വികൃതിയായിട്ടുള്ള ഒരു ചെമ്മരിയാടായിരുന്നു. അപ്പോ സോ അഭി വാനരയൂഥസ്ഥ ദൃഷ്ട്വാ വ്യചിന്തയത് അഹോ മേഷസൂപഘാര കലഹോ അയം വാനരാനാം ക്ഷയായ ഭവിഷ്യതി. അപ്പൊ നമ്മള് ഫസ്റ്റത്തെ ഈ ഒരു ഗദ്യത്തിന്റെ ഹെഡിങ് എന്തായിരുന്നു പറഞ്ഞത്? വാനര യുധാധിപ വാനരാൻ ഉപവിശ്യതി എന്ന് പറഞ്ഞു. എന്നിട്ട് വാനര കൂട്ടത്തിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ ഒരു സംഭവം നടക്കുന്നത്. അപ്പൊ എന്താണ് പറയുന്നത്? സോ അഭി വാനരയൂഥ ദൃഷ്ട്വാ വ്യചിന്തത്. ഇത് കണ്ടിട്ട്, അതായത് ഈ ആട്ടിൻകുട്ടി വന്ന് ഈ ഭക്ഷണ സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ട് പോകുന്നതും പാചകക്കാരൻ അതിനെ തല്ലുന്നതെല്ലാം കണ്ടിട്ട് വാനര യുദ്ധാധിപൻ, അതായത് ഈ വാനരന്മാരുടെ അധിപൻ പറയുകയാണ്, അല്ലെങ്കിൽ ചിന്തിക്കുകയാണ്, മേഷ സൂപകാര കലഹോ അയം വാനരാനാം ക്ഷയായ ഭവിഷ്യന്തി. ഈ ആടും അതുപോലെ ഈ പാചകക്കാരനും തമ്മിലുള്ള ഈ ഒരു കലഹം വാനരന്മാരുടെ ക്ഷയത്തിന്, അതായത് വാനരന്മാരുടെ നാശത്തിന് കാരണമാകും. അപ്പൊ അതെങ്ങനെയായിരിക്കും ഈ ആടും പാചകക്കാരനും തമ്മിലുള്ള കലഹം ഈ ഒരു കുരങ്ങന്മാരുടെ നാശത്തിന് അല്ലെങ്കിൽ വാനരന്മാരുടെ നാശത്തിന് കാരണമാകുന്നത് എന്ന് ചോദിക്കുമ്പോ എന്താണ് പറയുന്നത്? യദ്യപി വസ്തുനോ ഭാവാത് കദാചിത് ധുൽമുഖേന താടയന്തി തദ്ധൂർണ പ്രചൂരോ അയം മേഷഃ തദഹ്യാനമാനഃ പുനരശ്വകൂടം സമീപവർത്തിന്യാം പ്രവേക്ഷയതി. എന്താണ്? എന്നും ഇതുപോലെ ഇങ്ങനെ ഭക്ഷണ പദാർത്ഥങ്ങൾ എടുത്ത് ഓടുന്ന സമയത്ത് ഒരു ദിവസം ചിലപ്പോൾ പാചകക്കാരൻ ഈ ഒരു ആട്ടിൻകുട്ടിയെ തീക്കൊള്ളി കൊണ്ടോ എന്തെങ്കിലും കൊണ്ട് തല്ലുകയാണെങ്കിൽ, നമുക്കറിയാം ചെമ്മരിയാടിന്റെ ദേഹം മുഴുവൻ രോമങ്ങളായിരിക്കും. അപ്പൊ അതിലൊരു തീ പടർന്നു എന്ന് വെച്ചാൽ അതിന്റെ ദേഹം മൊത്തത്തിലേക്ക് അത് വ്യാപിക്കാൻ അല്പസമയം മതിയാവും. അപ്പോ അങ്ങനെ തീക്കൊള്ളി കൊണ്ട് ഈ പാചകക്കാരൻ ചെമ്മരിയാടിനെ തല്ലുകയാണെങ്കിൽ അതിന്റെ ശരീരം മുഴുവൻ തീ പടരുകയും ഇത് ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട് എങ്ങോട്ട് ഓടുന്നാണ് പറയുന്നത്? അശ്വകൂട്യം, അതായത് കുതിരകളുടെ കുതിരാലയത്തിലേക്ക് ഓടിയിട്ട് അവിടെയുള്ള നമ്മുടെ പുല്ല്, കുതിരയ്ക്ക് കൊടുക്കാൻ വെച്ചിരിക്കുന്ന ഈ വൈക്കോലും പുല്ലും പോലെയുള്ള സാധനങ്ങളൊക്കെ അവിടെ ഉണ്ടാവും. അപ്പൊ ഇതിലേക്ക് തീ പടർന്നിട്ട് അവിടെ മൊത്തം തീ പടർന്ന് കുതിരകൾക്ക് പരിക്കേൽക്കാൻ സാധ്യതയുണ്ട്. അതാണ് തതോ അശ്വ വന്യദാഹ മവാപ്യസന്ധി. എന്താണ്? കുതിരകള് അഗ്നിക്കിരയാവും, അല്ലെങ്കിൽ ഈ ഒരു തീ ആളി പടരുന്ന സമയത്ത് കുതിരകൾക്ക് അതില് അപകടം സംഭവിക്കും. എന്താണ്? തസ്മിൻ അതിനിടയിൽ രാജകൊട്ടാരത്തിൽ രാജകുമാരന്മാർക്ക് വാഹനമാകാൻ വളർത്തിയിരുന്ന ഒരു ആട്ടിൻകൂട്ടം ഉണ്ടായിരുന്നു. ഇതിൽ
ഒരു ആട് നാവിന്റെ കൊതി കൊണ്ട് രാവും പകലും ഭയമില്ലാതെ രാജാവിന്റെ അടുക്കളയിൽ കയറി കാണുന്നതെല്ലാം തിന്നുമായിരുന്നു. ഇത് കണ്ട പാചകക്കാരൻ കയ്യിൽ കിട്ടിയ മരം കൊണ്ടോ മൺപാത്രം കൊണ്ടോ വെങ്കലമോ ചെമ്പ് പാത്രം കൊണ്ടോ അതിനെ അടിച്ചോടിക്കുമായിരുന്നു. ഇത് കണ്ട വാനരാധിപൻ ഇപ്രകാരം ചിന്തിച്ചു. എന്തായിരുന്നു പറഞ്ഞത്? അയ്യോ, ഈ ആടും പാചകക്കാരനും തമ്മിലുള്ള ഈ ഒരു കലഹം ഒടുവിൽ കുരങ്ങന്മാരുടെ നാശത്തിന് കാരണമാകും. എങ്ങനെയാണ് കുരങ്ങന്മാരുടെ നാശത്തിന് കാരണമാകുന്നതാണ് പറഞ്ഞത്? ഒരിക്കൽ പാചകക്കാരൻ കോപത്താൽ കത്തുന്ന തീക്കൊള്ളി കൊണ്ട് ആടിനെ അടിച്ചാൽ, ഇവിടെ അടിച്ചിട്ടില്ല, അടിച്ചാൽ എന്നാണ് പറയുന്നത്. ആ ഒരു വാനരാധിപന്റെ ദീർഘവീക്ഷണം എന്ന് നമുക്ക് കണക്കാക്കാം. സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ മുൻകൂട്ടി പറയുന്നതുണ്ടല്ലോ. അപ്പോൾ അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ എന്തായിരിക്കും അതിൻ്റെ ആഫ്റ്റർ എഫക്ട്സ് വരുന്നത് എന്ന് അദ്ദേഹം ആദ്യമേ കൂടെയുള്ള വേറെ വാനരന്മാർക്ക് സൂചന കൊടുക്കുകയാണ്.